നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ആണ്. അപ്പൊ ഇത്രയും ഇതിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഒരു പാരാമീറ്റർ തരും, എന്നിട്ട് അതെന്താണ്, അൺബയാസ്ഡ് ആണോ കൺസിസ്റ്റന്റ് ആണോ പാരാമീറ്റർ ഒക്കെ. അതായത് ഇപ്പൊ പോപ്പുലേഷൻ പാരാമീറ്ററിന് പകരമായിട്ട് നമ്മൾ ഒരാളെ തന്നിട്ട് അയാൾ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ മുന്നേ പഠിച്ചത്. നമ്മൾ എന്ത് ചെയ്യാണ്? മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതായത് ഇപ്പൊ പോപ്പുലേഷൻ പാരാമീറ്റർ മ്യൂവിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആരെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതാണ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എത്ര മെത്തേഡ് ഉണ്ട്? 4 മെത്തേഡ് ഉണ്ട്. മൊമെന്റ്സ്, മാക്സിമം ലൈക്ലിഹുഡ്, ലീസ്റ്റ് സ്ക്വയർ, മിനിമം വേരിയൻസ്. ഓക്കെ, ഇനി മെത്തേഡ് ഓഫ് മൊമെന്റ്സ് വീഡിയോ പോസ് ചെയ്ത് എഴുതാം കേട്ടോ. മെത്തേഡ് ഓഫ് മൊമെന്റ്സ്. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് പി ഡി എഫ് എഫ് ഓഫ് എക്സ് തീറ്റ. എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ്. അതിന്റെ പി ഡി എഫ് എന്താണ്? എഫ് ഓഫ് എക്സ് തീറ്റ ആണ്. ഡൗട്ട് ഉണ്ട് അതിലില്ല അല്ലെ? കാരണം എന്താണ്? നമുക്കറിയാം എക്സ് റാൻഡം വേരിയബിൾ ആണ്. അത് ഫോളോ ചെയ്യുന്ന പി ഡി എഫ് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അതായത് നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുക? പി ഡി എഫ് എന്ന് പറയുക. ഓക്കെ, അത്രയും ക്ലിയർ ആയില്ലേ? ഇനി പോപ്പുലേഷൻ മൊമെന്റ്സ് ആർ. നമുക്കറിയാം പോപ്പുലേഷൻ മൊമെന്റ്സ് മ്യൂ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ. ഇതിന് നമുക്ക് എങ്ങനെ പറയാം? മ്യൂ ആർ ഡാഷ് ഓഫ് തീറ്റ എ ഫംഗ്ഷൻ ഓഫ് പാരാമീറ്റർ തീറ്റ. നമ്മൾ ജസ്റ്റ് ഈ മ്യൂ ആർ ഡാഷിന് ഇവിടെ ഒരു തീറ്റയും കൂടെ കൊടുത്തു. തീറ്റ ഉള്ള ഒരു പാരാമീറ്റർ ആണ്, അത്രയേ ഉള്ളൂ. അപ്പൊ മ്യൂ വൺ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്ക്, മ്യൂ ആർ ഡാഷ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ. അപ്പൊ ഇവിടെ ആറിന് പകരം 1, മ്യൂ വൺ ഡാഷ്. അപ്പൊ ഇവിടെ ആറിന് പകരം 1, എക്സ് റേസ് ടു 1 പറഞ്ഞാൽ എക്സ്. മ്യൂ 2 ഡാഷ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. വീഡിയോ പോസ് ഇത്ര എഴുതൂ. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ലെറ്റ് x1 x2 എക്സെട്ര xn ബി എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് n ഡ്രോൺ ഫ്രം ദ പോപ്പുലേഷൻ വിത്ത് ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റ. ദെൻ rth സാമ്പിൾ മൊമെന്റ് വിൽ ബി mr ഡാഷ് വിച്ച് is equal to mr dash is equal to 1 by n into summation I raised to 1 into xi raised to r. ഓക്കെ, അപ്പൊ x1 x2 x എന്ന് പറയുന്നത് റാൻഡം സാമ്പിൾ ആണ്. n സൈസിലെ റാൻഡം സാമ്പിൾ ആണ്. അത് എടുത്തിരിക്കുന്നത് പോപ്പുലേഷൻ വിത്ത് ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റ. അതായത് എഫ് ഓഫ് എക്സ് തീറ്റ എന്നുള്ളത് ഫോളോ ചെയ്യുന്നതാണ് എടുത്തിട്ടുള്ളത്. rth സാമ്പിൾ മൊമെന്റ് എന്ന് പറയുന്നത് mr ഡാഷ് ആണ്. അത് 1 by n into summation I is equal to 1 to n xi raised to r ആണ്. ഫോം ഇക്വേഷൻ mr dash is equal to mu r dash of theta and solve for theta. ഇത്രയും നിങ്ങൾ എഴുതുക. എന്നിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മളിങ്ങനെ 2 ഇക്വേഷൻസ് ഉണ്ടാക്കും, എന്നിട്ട് അത് സോൾവ് ചെയ്തിട്ട് തീറ്റയ്ക്ക് പകരമുള്ള ആളെ നമ്മൾ കണ്ടെത്തുക ചെയ്യാം. ഓക്കെ, സോൾവ് ഫോർ തീറ്റ. അപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇത്ര എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇഫ് f of x lambda is equal to e raised to minus lambda lambda raised to x by x factorial lambda greater than 0 x is equal to 0 1 to etc. Then estimate lambda by method of moments എന്നാ പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ആകെ അറിയുന്ന ഒരു ഇക്വേഷൻ എന്താണ്? എസ്റ്റിമേറ്റ് ലാംഡ. അതായത് തീറ്റയ്ക്ക് പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് പോപ്പുലേഷൻ പാരാമീറ്റർ ആരാണ്? ലാംഡ. തീറ്റ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് തീറ്റ അല്ലേ? തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന ആളാണ് തീറ്റ. അപ്പൊ നമുക്ക് ഓരോ പ്രോബ്ലം വരുമ്പോഴും തീറ്റയ്ക്ക് പകരം ആര് കൊണ്ടുവരണം? ഓരോ പ്രോബ്ലത്തിലെ ആളെ നമ്മൾ കൊണ്ടുവരണം, വേണ്ടേ? അപ്പൊ ഇവിടെ ആരാണ്? ലാംഡയാണ്. ഇതെന്ത് ഡിസ്ട്രിബ്യൂഷൻ ആണ്? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. മ്യൂ ആർ ഡാഷ് ഓഫ് തീറ്റ ഈക്വൽ ടു എം ആർ ഡാഷ് അല്ലെ? മ്യൂ ആർ ഡാഷ് ഓഫ് തീറ്റ ഈക്വൽ ടു എം ആർ ഡാഷ് നമുക്കറിയാം. ഇനി മ്യൂ ആർ ഡാഷ് ഓഫ് തീറ്റയ്ക്ക് പകരം മ്യൂ ആർ ഡാഷ് എന്ന് എഴുതിയാലും മതി. ഇവിടെ ജസ്റ്റ് ഒരു തീറ്റ കൊടുത്തൂന്നേ ഉള്ളൂ. അപ്പൊ മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എം ആർ ഡാഷ് ആണ് നമുക്കറിഞ്ഞു. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ, അതായത് മുന്നേ പഠിപ്പിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ തൊട്ട് മുന്നേ പഠിപ്പിച്ചില്ലേ, ആ ഇക്വേഷൻ ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അതോടെ എഴുതി. ഓക്കെ, അപ്പൊ വീഡിയോ പോസ് ഇത്രയും എഴുതിണ്ടാവും. അപ്പൊ നമ്മളിനി മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എം ആർ ഡാഷ് അല്ലേ? അപ്പൊ നമ്മള് മ്യൂ ആർ ഡാഷ് എന്ന് പറഞ്ഞ എന്താ? ഒരു മിനിറ്റ്. അപ്പോൾ മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ. അപ്പൊ ഇനി എന്ത് കൊടുക്കുക? ആറിന് 1 കൊടുക്കുക. മ്യൂ 1 ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ലെ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അപ്പൊ നമ്മൾ എന്ത് കാണുകയാണ്? മ്യൂ ആർ ഡാഷ് ഈക്വൽ ടു എം ആർ ഡാഷ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം മ്യൂ ആർ ഡാഷ് എടുത്ത് ഇങ്ങനെ ചെയ്യണം. മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ.
അപ്പൊ ആറിന് പകരമാണ് mu1 dash is equal to expectation of x raised to ആറിന് പകരമാണ്. അപ്പൊ expectation of x which is equal to summation x is equal to 0 to infinity x into f of x lambda. അതായത് mu1 dash എന്ന് പറഞ്ഞ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാൻ നമ്മൾ തേർഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും. സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ എക്സിന്റെ വാല്യൂ 0 to infinity എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി നിങ്ങൾ ഇതൊക്കെ അതായത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെക്ടേഷൻ കാണാൻ നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചാണ്. ഇനി ഈ ഭാഗമൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. തേർഡ് സെമ്മിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എങ്ങനെയാ വരുന്നതെന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്താലും മതി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡ ആണെന്ന് ബൈഹാർട്ട് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, അപ്പോ വീഡിയോ ഇത്ര എഴുതാം കേട്ടോ. ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെ വീഡിയോ പോസ് ഇത്രയും വരെ എഴുതാം. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. ലാംഡ എന്ന് കിട്ടി. അപ്പൊ അതിന് ഇക്വേഷൻ വേണമെന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ mu r ഡാഷ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആരെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? mr ഡാഷിനെ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ mr ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് take a random sample x1, x2, etc. xn of size n from the above population and calculate the first sample moment m1 dash. അല്ലേ, ഇവിടെ നോക്ക്, ഇവിടെ mu1 dash നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെ ഞാൻ ആരെ കണ്ടുപിടിക്കണം? m1 ഡാഷിനെ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തു. സോറി കേട്ടോ, ഇത് വീഡിയോ പോസ് ചെയ്ത് എഴുത്. ഓക്കെ, പിന്നെ നമ്മൾ mr ഡാഷ് എന്ന് പറഞ്ഞ 1/n into summation i is equal to 1 to n xi raised to r അല്ലേ. അപ്പൊ m1 ഡാഷ് ആറിന് പകരം 1/n into summation i is equal to 1 to n xi കൊടുത്തു. അപ്പൊ xi/n എന്താണ്? x ബാർ. ഇതിന് 2 കൊടുത്തു, ഇക്വേഷൻ 2 കൊടുത്തു. അപ്പൊ നമുക്ക് ആരൊക്കെ കിട്ടി? mu1 ഡാഷിന് കിട്ടി, m1 ഡാഷിന് കിട്ടി. ഇനി എന്ത് ചെയ്യാ? 3 എഴുതാം. വീഡിയോ പോസ് 3 എഴുതാം. ഓക്കെ, എഴുതിണ്ടാവും. ഇനി സോൾവിങ് 1 and 2 നമുക്ക് കിട്ടിയ mu1 ഡാഷിനെയും m1 ഡാഷിനെയും നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യാണ്. mu1 ഡാഷിനെയും m1 ഡാഷിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. അപ്പൊ m1 ഡാഷ് പറഞ്ഞ എക്സ് ബാർ, mu1 ഡാഷ് പറഞ്ഞാൽ ലാംഡ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഈക്വൽ ടു എക്സ് ബാർ. ലാംഡയ്ക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളാരാണ്? എക്സ് ബാർ കിട്ടി. അപ്പൊ ദ മെത്തേഡ് ഓഫ് മൊമെന്റ് എസ്റ്റിമേറ്റർ ഓഫ് ലാംഡ ഈസ് എക്സ് ബാർ. അപ്പൊ ലാംഡയുടെ എന്താണ് മൊമെന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. അതായത് ലാംഡയ്ക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളാരാണ്? എക്സ് ബാർ ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്ര എഴുതാം കേട്ടോ. ഈ സെക്കൻഡ്, ഫൈൻഡ് എസ്റ്റിമേറ്റർ ഓഫ് ദ parameter p of the binomial distribution b of np using method of moments f of x and p. അതായത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ സാധാരണ എഫ് ഓഫ് എക്സിനെ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെ. ഇവിടെ ജസ്റ്റ് അതിന്റെ പാരാമീറ്ററും കൂടെ എഴുതിയെന്നേ ഉള്ളൂ. ഇനിയിപ്പോ കൺഫ്യൂഷൻ ആവണ്ട. ഞങ്ങൾക്ക് മുന്നേ ഞങ്ങൾ പഠിച്ചത് എഫ് ഓഫ് എക്സ് ആണല്ലോ, ഇവിടെ എഫ് ഓഫ് എക്സ് എൻ പി ഉണ്ട്. കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, is equal to nc x p raised to x q raised to n minus x is equal to 0 1 2 etc. n. വീഡിയോ പോസ് എത്ര എഴുതൂ? ഓക്കെ, എഴുതിണ്ടാവും. ഇനി mu r dash is equal to mr dash. നമ്മൾ ഇക്വേഷൻ കൊടുത്തു, നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇക്വേഷൻ കൊടുത്തു. അപ്പൊ mu r dash is equal to expectation of x raised to r. mu1 dash is equal to expectation of x is equal to summation x is equal to 0 to n x into nc x p raised to x q raised to n minus x. ഓക്കെ, അതായത് mu r dash is equal to expectation of x raised to r. നമ്മൾ ഈ ഇക്വേഷനിൽ ആദ്യം ഈ mu r dash കാണും, പിന്നെ mr dash കാണും. അപ്പൊ ആദ്യം mu r dash. അപ്പൊ rന് 1 കൊടുത്താൽ mu1 dash. അപ്പൊ xന് 1 കൊടുത്താൽ 1 x raised to n expectation of x. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അറിയാം എക്സിന്റെ എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇത്ര എഴുതാം. ഇനി സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 to n x into nc x p raised to x q raised to n minus x അല്ലേ. അപ്പൊ നമുക്കറിയാം ഇതെന്താണ്? എൻ പി ആണ്. എൻ പി ആണ് ഇതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്കറിയാം. അപ്പൊ നമ്മളിവിടെ എഴുതി. ഇതൊക്കെ നമ്മൾ തേർഡ് സെമ്മിൽ പഠിച്ചതാട്ടോ. ടേക്ക് എ റാൻഡം സാമ്പിൾ x1 x2 etc. xn from the binomial population and calculate mr dash. എന്താ mr dash പറഞ്ഞാല് 1/n into summation i is equal to 1 to n xi raised to r ആണ് mr dash എന്ന് പറയുന്നത്. അപ്പൊ m1 dash എന്ന് പറഞ്ഞ എന്താണ്? 1/n into summation xi ആണ് അല്ലേ. നോക്ക്, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സമ്മേഷൻ എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ബാർ കിട്ടി. ഓക്കെ, അപ്പൊ ഇക്വേഷൻ 2 കിട്ടി. ഇത്ര എഴുത വീഡിയോ പോസ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ഇക്വേഷൻ 1ഉം 2ഉം എന്താണ് സോൾവ് ചെയ്യാണ്. അപ്പൊ mu1 dash is equal to m1 dash. mu1 dash പറഞ്ഞ എൻ പി, m1 dash പറഞ്ഞ എക്സ് ബാർ. അപ്പൊ നമുക്ക് പിക്ക് പകരം അല്ലെ, പിക്ക് പകരം എന്ത് യൂസ് ചെയ്യാം? എക്സ് ബാർ ബൈ എൻ യൂസ് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യനിലും അതന്നെയല്ലേ ചോദിച്ചിട്ടുള്ളത്. പോപ്പുലേഷൻ പാരാമീറ്റർ പിക്ക് അല്ലെ, പോപ്പുലേഷൻ പാരാമീറ്റർ പിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ
എൻ പി is equal to എക്സ് ബാർ. അപ്പൊ നമുക്ക് ആര് പകരം കാണാൻ പറഞ്ഞിട്ടുള്ളത്? പിക്ക് പകരം. അപ്പൊ പി is equal to എന്ത് വരും? എക്സ് ബാർ ബൈ എൻ. ഓക്കെ, ദ മെത്തേഡ് ഓഫ് മൊമെന്റ് എസ്റ്റിമേറ്റർ ഓഫ് പി ഈസ് എക്സ് ബാർ ബൈ എൻ. ഓക്കെ, ഇത്ര എഴുതാം കേട്ടോ. ഇനി അടുത്തത് എസ്റ്റിമേറ്റ് ലാംഡ യൂസിങ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് ഫോർ എഫ് ഓഫ് എക്സ് കോമ ലാംഡ കോമ ആൽഫ. നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ആൽഫ റേസ് ടു ലാംഡ ബൈ ഗാമ ലാംഡ ഇൻഡ് എക്സ് റേസ് ടു ലാംഡ മൈനസ് 1 ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ് വേർ ലാംഡ ഈസ് അൺനോൺ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് കോമ ലാംഡ കോമ ആൽഫ. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതി, ജസ്റ്റ് ഇക്വേഷൻ എഴുതി കേട്ടോ. അപ്പൊ വീഡിയോ പോസ് ചെയ്ത് വരെ എഴുതി. നമ്മൾ ഇക്വേഷൻ മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എം ആർ ഡാഷ് എടുത്തു. അപ്പൊ മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ. അപ്പൊ മ്യൂ 1 ഡാഷ് പറഞ്ഞ എന്താ വരിക? ആറിന് പകരം 1 കൊടുക്കുക. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പറഞ്ഞ 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു നമ്മൾ ആ എഫ് ഓഫ് എക്സ് എഴുതി കേട്ടോ. വീഡിയോ പോസ് ഇത്ര എഴുതൂ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു, ഇവിടെ നോക്ക്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. അപ്പൊ എക്സിന് ഒരുമിച്ച് എഴുതി, ലാംഡ റേസ് ടു ബാക്കിയൊക്കെ ഒരുമിച്ചാക്കി കേട്ടോ, സാധാ പോലെ എഴുതി. വീഡിയോ പോസ് ചെയ്തവരെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു? ഈ മൈനസ് 1ഉം 1ഉം ക്യാൻസൽ ചെയ്തു. അപ്പൊ ബാക്കിയുള്ളത് എന്താണ്? സോറി കേട്ടോ, നമ്മളിതിന് ഓർഡർ ചെയ്ത് എഴുതി. -1 ക്യാൻസൽ ചെയ്ത് ജസ്റ്റ് ഓർഡർ എഴുതി. ആൽഫ റേസ് ടു ലാംഡേനെ ഇവിടേക്ക് എടുത്തു, ബാക്കിനെ ഓർഡർ ചെയ്ത് എഴുതി. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? വീഡിയോ പോസ് ഇത്ര എഴുതാം കേട്ടോ. ഇനി നമ്മൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാണ്. ആൽഫ എക്സ് ഈക്വൽ ടു വൈ കൊടുത്തു. അപ്പൊ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഡി വൈ കിട്ടി. അതായത് ഇതിന് കംപ്ലീറ്റ് എഴുതിയിട്ടില്ല. ആൽഫ എക്സ് ഇസ് ഈക്വൽ ടു വൈ കൊടുത്തു. അപ്പൊ ഇനി ഇതിന് നമുക്ക് എന്താണ്? ഡി വൈ കാണുമ്പോൾ ഡി വൈ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഡി വൈ ബൈ ആൽഫ കിട്ടും. ഡി എക്സ് എന്താ കിട്ടുക? ഡി വൈ ബൈ ആൽഫ. ഡി എക്സ് ഈക്വൽ ഡി വൈ ബൈ ആൽഫ. എക്സ് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? വൈ ബൈ ആൽഫ. എക്സ് കാണാൻ വേണ്ടിയിട്ട് വൈ ബൈ ആൽഫ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന് പകരം ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ട. അപ്പൊ ഇത്ര എഴുതൂ. ഇനി നമ്മള് മറ്റേ ഇക്വേഷൻ എന്ത് ചെയ്തു? പിന്നെ ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുക കേട്ടോ. ഈ ഒരു പോർഷനൊക്കെ നമ്മൾ തേർഡ് സെമ്മിൽ അറേഞ്ച് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് അവിടെ വരെ വീഡിയോ പോസ് ഇതുവരെ എഴുതാം. ആദ്യം ഇതുവരെ എഴുതാം, പിന്നെ ഇതുവരെ എഴുതാം. ഓക്കെ, പിന്നെ ഇതുവരെ. അപ്പൊ 1 കിട്ടി. അപ്പൊ ലാംഡ ബൈ ആൽഫ കിട്ടി. ഇനി take a random sample x1 etc xn from the above population and calculate first moment. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ കണ്ടെത്തിയത് എന്താണ്? μ1 ഡാഷ് ആണ്. ഇനി m1 ഡാഷ് കാണണം. m1 ഡാഷ് is equal to 1 by n into summation xi is equal to x bar. അതെന്താണ്? ഇക്വേഷൻ 2 കൊടുത്തു. ഇനി 1ഉം 2ഉം നമ്മൾ എന്ത് ചെയ്യാണ്? സോൾവ് ചെയ്യാണ്. അപ്പൊ 1ഉം 2ഉം സോൾവ് ചെയ്യുമ്പോൾ μ1 ഡാഷ് ഇസ് ഈക്വൽ ടു m1 ഡാഷ്. μ1 ഡാഷ് പറഞ്ഞാൽ ലാംഡ ബൈ ആൽഫ, m1 ഡാഷ് പറഞ്ഞാൽ എക്സ് ബാർ. അപ്പൊ ലാംഡ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എക്സ് ബാർ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ലാംഡയ്ക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളാരാണ്? ആൽഫ എക്സ് ബാർ ആണ്. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് ഇത്ര എഴുതാം കേട്ടോ. ഓക്കെ.